മാഷെ പറയാം. അല്ല, ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. യാഥാർത്ഥ്യ ബോധത്തോടെയോ നടപ്പിലാക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ബജറ്റ് കേരളം കുറെ വർഷങ്ങളായി നടപ്പിലാക്കുന്നില്ല എന്ന് മുൻ പാനലിസ്റ്റുകൾ സംസാരിച്ച് നമുക്ക് കേൾക്കാൻ സാധിക്കും. വിവരാവകാശ പ്രകാരം കേരള ഗവൺമെന്റിനോട് കഴിഞ്ഞ വർഷം അവർ നടപ്പിലാക്കിയ പദ്ധതികളെ കുറിച്ചുള്ള ചോദ്യത്തിലാണ് 30ഓളം പദ്ധതികളെ കുറിച്ചുള്ള ഉത്തരമാണ് നോട്ട് ഇംപ്ലിമെന്റഡ് ഓർ നോ ഇൻഫർമേഷൻ എന്ന ഹെഡിങ്ങിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നോക്കൂ, ഇതിലാകെ ചെലവഴിക്കുന്നത് സുഖിക്കാനും യാത്ര ചെയ്യാനും ചിലവഴിക്കാനുമുള്ള തുകകൾ മാത്രമാണ്. ഞാൻ 15 ദിവസം മുമ്പ് മാത്രം നടന്ന ഒരു വലിയ സംഭവത്തെ കുറിച്ച് ചൂണ്ടിക്കാണിക്കാം. അനിൽ നമ്പ്യാരി, 23/1/2025, അതായത് ജനുവരി മാസം 23-ാം തീയതി ഇന്ത്യയിലെ എല്ലാ വാർത്താപത്രങ്ങളിലും വന്ന ഒരു വാർത്തയാണ്. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ യോഗം അങ്ങ് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ ചേർന്നു. അതിന്റെ മുമ്പത്തെ കേരള ബജറ്റിൽ 10 കോടി രൂപയാണ് വിദേശ കോൺക്ലേവുകളിലും ഇന്ത്യയിൽ കേരളത്തിൽ വ്യവസായം കൊണ്ടുവരുന്നതിന് വേണ്ടി നീക്കിവെച്ചത്. അവിടെ ദാവോസിൽ കേരളത്തിലെ നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവും JD ലഗും KSIDC ചെയർമാനും പോയി. ഞാൻ വേദനയോടെ പറയുന്നത്, 1 രൂപയുടെ വിദേശ നിക്ഷേപം കേരളത്തിന് കിട്ടിയില്ല. 10 കോടി രൂപ ചിലവഴിച്ചിട്ട് 1 രൂപയുടെ വിദേശ വ്യവസായികൾ ഈ കേരളത്തിൽ മുതൽ മുടക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, അവിടെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മഹാരാഷ്ട്രയിൽ 9 കോടി 30 ലക്ഷത്തിന്റെ പദ്ധതികൾ മഹാരാഷ്ട്ര നേടിയെടുത്തു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന AI മേഖലയുമായി ബന്ധപ്പെട്ട് 10,000 കോടി രൂപയുടെ പദ്ധതിയാണ് നമ്മുടെ തെലങ്കാന നേടിയെടുത്തത്. ഞാനൊരു കമ്പാരിസൺ നടത്തുന്നത് മാത്രമല്ല, ഇപ്പൊ നമുക്കറിയാം കേരളത്തിലെ വ്യവസായവൽക്കരണം ചിന്തിക്കുമ്പോൾ ഏറ്റവും ചെലവ് കുറഞ്ഞും ഏറ്റവും ഗുണപരമായി നമുക്ക് നേടിയെടുക്കാവുന്നതാണ് ടൂറിസം. എനിക്ക് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞു, ഒരു ചെറിയ കണക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം 11 കോടി വിദേശ ടൂറിസ്റ്റുകളാണ്, 11 ലക്ഷം വിദേശ ടൂറിസ്റ്റുകളാണ് ഒരു വർഷം കേരളത്തിലേക്ക് വരുന്നത്. ഏതാണ്ട് 13 ലക്ഷത്തോളം ആഭ്യന്തര ടൂറിസ്റ്റുകളുണ്ട്. നോക്കൂ, കേരളത്തിലെ ഭൂപ്രകൃതി കാണാൻ, കേരളത്തിലെ സ്പിരിച്വൽ ടൂറിസം, ഇപ്പൊ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, ഗുരുവായൂര്, ശബരിമല, ഇത് മെഡിക്കൽ ടൂറിസം, ആയുർവേദം, ലോക മാർക്കറ്റിൽ ഏറ്റവും സമർത്ഥമായി നമുക്ക് വിറ്റഴിക്കാവുന്ന ഉപയോഗപ്പെടുത്താവുന്ന ഒരു മേഖലയാണ്. നമ്മുടെ കഥകളി പോലുള്ള സംവിധാനങ്ങൾ, ഇതിനൊക്കെ ബജറ്റിൽ കോടികൾ വഴകയിരുത്തുന്നു എന്നല്ലാതെ അതിന്റെ ഔട്ട്പുട്ട് എന്താണെന്നൊരു അവലോകനം. ഇവിടെ ചിലർ പറഞ്ഞു 3 മാസം കൂടുമ്പോൾ ചെയ്യണം, അതിന് നടത്തിയിട്ട് വലിയ കാര്യമൊന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കൂ, വർഷങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലെ നമ്മുടെ ഇടുക്കി പാക്കേജ് നടപ്പിലാക്കിയത്. ആ ഇടുക്കി പാക്കേജ് നടപ്പിലാക്കിയപ്പോൾ കേരളത്തിന് എന്ത് കിട്ടി? കേരളത്തിൽ എത്ര നടപ്പിലാക്കിയെന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 18,000 കോടി രൂപയാണ് ഇടുക്കി പാക്കേജിന് വേണ്ടി നീക്കിവെച്ചത്. എനിക്ക് ലഭ്യമായ വിവരം വെച്ച് 20 ലക്ഷം കോടിയിൽ താഴെ രൂപയാണ് അതിനാകെ ചെലവഴിച്ചിരിക്കുന്നത്. ഈ തരത്തിൽ പാക്കേജുകൾ പ്രഖ്യാപിക്കുക, പദ്ധതികൾ പ്രഖ്യാപിക്കുക, നടപ്പിലാക്കാതിരിക്കുക, അതിനോട് ആത്മാർത്ഥത പുലർത്താതിരിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ചർച്ചയുടെ തുടക്കത്തിൽ അനിൽ നമ്പ്യാർ പറഞ്ഞു സാമ്പത്തികമായി കേന്ദ്രം ഞെരുക്കുന്നു എന്നത്. ഇതിപ്പോൾ ആരംഭിച്ചതല്ല. എന്റെ മുമ്പില് 2016 തോമസ് ഐസക് കേരളത്തിന്റെ അധികാരം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹം പുറപ്പെടുവിച്ച ധവളപത്രത്തിന്റെ കോപ്പിയുണ്ട്. അതിൽ അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു, നികുതി പിരിച്ചെടുക്കുന്ന കാര്യത്തില് ഉദ്യോഗസ്ഥന്മാര് നികുതി പിരിച്ചെടുക്കുന്നതിലും അത്തരം കേസുകൾ നടത്തിപ്പിക്കുന്നതിന്റെ കാര്യത്തില് കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാർ അന്നത്തെ ധനകാര്യമന്ത്രി പറഞ്ഞത് പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവാണ് എനിക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അന്ന് മോദിയില്ല, കേന്ദ്രം ഞെരുക്കിയിട്ടില്ല. അപ്പൊ അടിസ്ഥാനപരമായ വിഷയങ്ങൾ അഡ്രസ് ചെയ്യുന്നതിനോ അത് പരിഹരിക്കുന്നതിനോ കേരളത്തിന്റെ യഥാർത്ഥ അസുഖം മനസ്സിലാക്കുന്നതിനോ അസുഖത്തെ ചികിത്സിക്കുന്നതിന് പകരം തൊലിപ്പുറത്തുള്ള ചികിത്സകളും തൊലിപ്പുറത്ത് നടത്തുന്ന ചില പരീക്ഷണങ്ങളും മാത്രമായിട്ട് അധികാരികൾ മുന്നോട്ട് പോകുന്നതിന്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നത് കേരളത്തിലെ പാവപ്പെട്ട തലമുറയാണ്. ക്ഷേമ പെൻഷൻ ലഭിക്കുന്നില്ല. ഇപ്പൊ എന്നോട് ഇന്നിപ്പോ ഞാന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, എന്ത് ഗുണം കൊടുത്തിട്ടും ഇനി കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ വോട്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം കേന്ദ്ര ഗവൺമെന്റ് 7 ലക്ഷത്തിൽ നിന്നും ഇൻകം ടാക്സ് പരിധി 12 ലക്ഷത്തിലേക്ക് വർദ്ധിപ്പിച്ചപ്പോ അവർക്കുണ്ടായിരിക്കുന്ന വരുമാന മാർഗത്തെ മറികടക്കാൻ ഇനി ഒന്നും അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ആ മേഖലയിലില്ല. ക്ഷേമ പെൻഷൻ ഒരുപക്ഷെ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആ പാവങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി അത് വിനിയോഗിക്കാം. ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അടിസ്ഥാന ആവശ്യങ്ങളോട് മറ്റൊന്നുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പൊ കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പശ്ചാത്തലം വെച്ച് ഏറ്റവും സമർത്ഥമായി വികസിക്കാൻ പറ്റിയ ഒരു മേഖലയാണ് നമ്മുടെ IT മേഖല. എന്റെ മുമ്പുള്ള പല സുഹൃത്തുക്കളും പറഞ്ഞു, കേരളത്തിലെ തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ ടാക്സും വരുമാനവും ഒഴുകുന്നത് അങ്ങ് ഹൈദരാബാദിലോ ബാംഗ്ലൂരിലോ ചെന്നൈയിലേക്കുമാണ്. ഒരുപക്ഷെ കൊച്ചിയാണ് ഭൂമിശാസ്ത്രപരമായിട്ട് എന്റെ പരിമിതമായ അറിവ് വെച്ച് IT വ്യവസായത്തിന് ഏറ്റവും പറ്റിയ പ്രദേശം എന്ന് പറയുന്നത്. പക്ഷേ ഈ കേരളത്തിന്റെ ഭൂമിശാസ്ത്രമായ പ്രത്യേകതകൾ, അനുകൂല ഘടകങ്ങൾ ഇതൊന്നും ഉപയോഗപ്പെടുത്തുന്നതിൽ ആത്മാർത്ഥതയുള്ളതിന് പകരം മുക്കിലും മൂലയിലെല്ലാം IT പാർക്കുകളുടെ പുതിയത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെന്തിനാണ് എന്നുള്ളത് കൃത്യമാണ്. കോഴിക്കോട് ആകെ IT പാർക്കിലും
കിട്ടുക 13 ലക്ഷം ഡൊമസ്റ്റിക് ടൂറിസ്റ്റ് അല്ലേ, 1,30,00,000 ഡൊമസ്റ്റിക് ടൂറിസ്റ്റ്. 1,30,00,000 ഡൊമസ്റ്റിക് ആഭ്യന്തര ടൂറിസ്റ്റുകൾ സന്ദർശിച്ചിട്ടുണ്ട്. സോറി, എന്റെ കണക്ക് തെറ്റാവാം. ഓക്കെ, 1 കോടി കൂടുതലാണ്. കൂടുതലാണ്. ഞാൻ പറഞ്ഞത് 10 ഇരട്ടിയാണ് ഏതാണ്ട്. അത് ഇത്രയൊക്കെ ഉണ്ടായിട്ട് കേരളത്തിലെ ഭൂപ്രകൃതി, കേരളത്തിലെ സമ്പത്ത്, കേരളത്തിലെ കടലോരം, കായലോരം, വനമേഖല, മതികള്, എത്ര ഇതൊക്കെയല്ലേ മാർക്കറ്റ് ചെയ്യാതെ. കൂടെ നമ്മുടെ കഥകളിയും ആയുർവേദവും ഇതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ വിദേശ ടൂറിസ്റ്റുകൾ, ഒരിക്കൽ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു, കേരളത്തിന് ഉപയോഗപ്പെടുത്താവുന്ന അങ്ങേയറ്റം എന്ന് പറയുന്നത് കേരളത്തിലെ ടൂറിസം മാത്രമാണ്. ആ ഒറ്റ മേഖല മതി കേരളത്തിന്റെ മുഖച്ഛായ മാറ്റാൻ. പക്ഷെ ആത്മാർത്ഥതയോടെയുള്ള അതിനോട് സമീപിക്കാവുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമോ അതിനോട് നീതി പുലർത്തുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദമോ ഇല്ലാതെ പോയി എന്നുള്ളതാണ് കേരളത്തിന്റെ ശാപം.